ഡോക്ടേഴ്സ് പൊതുവെ എന്താ പറയാ, ഒന്ന് പൊതുവെ കുറച്ച് ജാടുണ്ടോ ഡോക്ടേഴ്സിന്? ഡോക്ടേഴ്സിനോ ജാട ഡിപ്പെൻസ് ഓൺ ദ പീപ്പിൾ. ഇപ്പൊ എന്റെ ബാച്ചിൽ 250 ആൾക്കാരുണ്ടല്ലോ, 250 ആൾക്കാരും ഡിഫറെന്റ് സ്വഭാവമുള്ള ആൾക്കാരാ, ഡിഫറെന്റ് ബിഹേവിയറാ. ചില ആൾക്കാർ പറഞ്ഞാല് പഠിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. 250 ആൾക്കാരുണ്ട്, ഒരു വലിയ പൂളാണല്ലോ. ബാക്കി ഒരു 50% ആൾക്കാര് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഞാനും അതിന്റെ ഫ്ലോയിൽ പോകുന്ന ആളുകളും. പിന്നെയുള്ള ഒരാൾക്കാർ ഇതൊന്ന് എന്തെങ്കിലുമൊക്കെ നിർത്തി പോയാലോന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ പോകുന്ന ഡോക്ടർ ആ 250 ഒരാളെടുത്തായിരിക്കും, ആ സെയിം ബാച്ചിലുള്ള വേറൊരാളെടുത്താൽ നിങ്ങൾ പോകുന്ന വെച്ചാൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. ഇടക്ക് എനിക്ക് എന്റെ പ്രൊഫസർമാരുടെ സ്വഭാവം കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഇവരൊക്കെ എന്തിനാ ഡോക്ടർമാരായത്. അപ്പൊ അത് നമ്മളോടുള്ള സ്വഭാവമായിരിക്കും. പക്ഷേ പേഷ്യന്റിനോട് ഇവർ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടിരിക്കും സംസാരിക്കുക. ഇപ്പൊ വയസ്സായ ഒരാളെന്നാല് എന്താ പറ്റിയത് അച്ഛാ, എന്താ പറ്റിയത് അങ്ങനെയൊക്കെ ചോദിക്കും. നമ്മളോട് സംസാരിക്കും, എന്താ എഴുതാത്തത്, ഇതെന്താ ചെയ്തതൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് ഓരോരുത്തർ ആറ്റിറ്റ്യൂഡൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. ജാട ഉണ്ടോന്ന് പറഞ്ഞാല് പണ്ടൊക്കെ എല്ലാരും ഇങ്ങനെ ഡോക്ടേഴ്സിനെ വേർഷിപ്പ് ചെയ്യുന്ന പോലെ ആയിരുന്നു പണ്ടത്തെ കാലത്ത്. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടറാ, അല്ലെങ്കിൽ അപ്പുറത്ത് ഇങ്ങനെ കുറെ ആൾക്കാർ ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, അവർ ഡോക്ടേഴ്സിന്റെ ആൾക്കാരാണ്, അതൊക്കെ ഡോക്ടർമാരാന്നുള്ള ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. ഇപ്പം കുറച്ചും കൂടെ എല്ലാം നോർമൽ ആയിന്ന് തോന്നി. ഞാൻ അങ്ങനെ പഠിക്കുന്നുണ്ടാണ്. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മള് പൊതുവെ ഈ പേഷ്യൻസ് നമ്മളെ കൂടുതൽ നമ്മളെ മേലെ കെയർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ കുറച്ചൊരു ഒരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു കോച്ചിങ്, അങ്ങനെ ഒരു സാധനം തോന്നുന്നുണ്ടോ? നമ്മുടെ ഇല്ലേ, നമുക്കൊരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ തന്നെ 8 എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇപ്പം മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ 4 പില്ലേഴ്സ് പഠിപ്പിക്കുന്ന തന്നെ ഇതാ. എന്നും ഉണ്ടാവും, മാസത്തിൽ ഒരിക്കലും നമുക്ക് ഈ ക്ലാസ് ഉണ്ടാവും. പേഷ്യൻസിനോട് എങ്ങനെ സംസാരിക്കണം, അവരൊരു കാര്യം എന്ന് പറയുമ്പോൾ അവരോട് എങ്ങനെ നമ്മൾ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള ഇതൊന്നും പഠിപ്പിക്കാത്തതിന്റെ പ്രശ്നങ്ങളല്ല. പിന്നെ മനുഷ്യന്മാരാകുമ്പോൾ ഓരോരോ സ്വഭാവങ്ങളായിരിക്കും. ഇപ്പൊ ഡോക്ടേഴ്സ് ആകുമ്പോൾ തന്നെ മനുഷ്യന്മാരാകുമ്പോൾ ഓരോ സ്വഭാവമായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ വലിയ എന്തോ സംഭവമാണെന്ന് എനിക്ക് എന്ന് തോന്നുന്നോ അന്ന് ഞാൻ നിങ്ങളെല്ലാവരും ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂലേ. ഇപ്പൊ ഞാൻ ഇങ്ങനെ തോന്നാം ഞാൻ ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറയും അതൊക്കെ എനിക്കറിയാം, ഭയങ്കര സംഭവം എന്നുള്ളതാണല്ലേ. പക്ഷെ ആ ഒരു ചിന്ത ഇല്ലാതിരിക്കാന്നുള്ള. അപ്പൊ എനിക്കൊക്കെ പറഞ്ഞാൽ ഹാഫ് നോളജാ, ബാക്കി നോളജ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നിങ്ങളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കും. എനിക്ക് അറിയാത്ത എന്തെങ്കിലും വിവരമായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക. അപ്പൊ എപ്പോഴും നമ്മൾ അതിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാ. ജാടയുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവാൻ മതി, എല്ലാം അറിയുന്ന ആൾക്കാരായിരിക്കും ഒരു പക്ഷെ. പക്ഷെ ഇപ്പൊ വരുന്ന ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് നമ്മളെല്ലാരും ഇപ്പൊ ഡോക്ടേഴ്സ് ആയിട്ടാണല്ലോ വരുന്നത്. ജാടയല്ല ആക്ച്വലി നമ്മൾ പലപ്പോഴും ഇപ്പൊ നമ്മുടെ മെഡിക്കൽ ഒരു മേഖല പലപ്പോഴും ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഡയഗ്നോസിന്റെ ആ ഒരു ഇവിടുന്ന് മുതല് എന്റെ പേഷ്യന്റിലേക്ക് ഒരു മോളിക്യൂൾ എഴുതുന്നവരെ. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടില് പലപ്പോഴും ഒരുപാട് റൂൾ ഉണ്ട്, അതായത് മോളിക്യൂളിന്റെ പേര് നിർബന്ധമായി എഴുതണം. ഓക്കെ, എത്ര ഡോക്ടർമാർ ആ മോളിക്യൂളിന്റെ പേര് എഴുതുന്നത്? ഇപ്പോഴും ബ്രാൻഡ് മാത്രം എഴുതുന്ന ഡോക്ടേഴ്സ് ഇല്ലേ? ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വന്നിട്ട് അയാളെ മരുന്ന് സെല് ചെയ്യണമെന്ന് പറയുന്നത് ശരിക്കും അപ്പൊ അല്ല ആക്ച്വലി ഇതല്ല ഇവൻ എ ടു സെറ്റ്, അതായത് ഇതില് കറപ്റ്റഡ് അല്ലാത്ത ഒരു മേഖല ഇല്ല പൊതുവെ. ഞങ്ങളിപ്പം ഡോക്ടേഴ്സിനല്ല പറയുന്നത്, ഡോക്ടേഴ്സ്, ഫാർമസി, എല്ലാവരും ഇതൊക്കെ എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. കാരണം ഇതിൽ സഫർ ചെയ്യുന്നത് ബേസിക്കലി പേഷ്യൻസ് ആണ്. അപ്പൊ ഞാൻ ഇതിൽ പറയാൻ കാരണമൊന്നുമില്ല, നമുക്ക് എന്താ ഇതല്ലാത്ത കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്, ഇതൊന്നും അല്ലാത്ത കുറച്ച് എത്തിക്കൽ. അപ്പൊ നിങ്ങൾ എത്തിക്കൽ ഇത് പറഞ്ഞാൽ കൊണ്ട് ഇതൊന്നും ഇല്ലാതെ അവർ ആ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ അവരുടെ ആ കൺസേൺ മാത്രമുള്ള കുറെ ആൾക്കാരുണ്ട്. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പം സപ്പോസ് ഒരു MD സീറ്റ് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ MD സീറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര കോടി നമ്മൾ പേ ചെയ്യണം? അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ പേ ചെയ്യുന്ന എമൗണ്ട് കിട്ടണ്ടേ അവർക്കത്? ഓട്ടോമാറ്റിക്കലി അവർ കറപ്റ്റഡ് ആയി അവൻ ബാധ്യസ്ഥരായി പോവാന്ന് എനിക്ക് പലപ്പോഴും അടയ്ക്കുന്ന ഫീസ് ഇവര് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തിരിച്ചു കിട്ടണം എന്നുള്ളതിനും ഒരു ബിസിനസ് ആണ്. ഇപ്പൊ അത് തെറ്റ് പറയാനൊന്നുമില്ല, ശരിക്കും ഒരു ബിസിനസ് പോലെ തന്നെ ആയിട്ടുണ്ട്. ചില ആൾക്കാർ കുറെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും, ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് വന്നിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും, ഫാർമസി റെപ്രസെന്റേറ്റീവ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇവർ ആ മരുന്ന് തന്നെ എഴുതിക്കൊണ്ടിരിക്കും. എല്ലാവരും മെയിൻ ആയിട്ട് നമ്മുടെ ഇപ്പൊ ഏത് ജോബാണെങ്കിൽ പോലും സൊസൈറ്റിയിലുള്ള ഒരു പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഭവം അല്ലേ ഉണ്ടാവും. അതിപ്പം എത്തിക്കൽ ആയിട്ടുള്ള വേ ആണെങ്കിലും ലീഗലായിട്ട് വേ ആണ്, ഇല്ലീഗൽ ആയിട്ടാണെങ്കിലും എല്ലാവർക്കും റിച്ച് ആവണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നു. പക്ഷെ ഈ മെഡിക്കൽ ഫീൽഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം ശരിക്കും ഈ പണിക്ക് നിന്നാൽ മതിയുള്ളതാണ് ഫസ്റ്റത്തെ. ഇപ്പൊ നീറ്റൊക്കെ ആസ്പിറൻസ് പറയണല്ലോ, അവരോട് പറയുള്ളത് ഫസ്റ്റത്തെ പോയിന്റ്, നിങ്ങളുടെ മൈൻഡിൽ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പണിക്ക് നിൽക്കുക. അല്ലെങ്കിൽ ഇഷ്ടം പോലെ നാട്ടിൽ പണി കിട്ടാണ്ട് ഇഷ്ടംപോലെ ജോബ് ഉണ്ട്. ഇതിനേക്കാൾ നമുക്ക് പെട്ടെന്ന് സെറ്റിൽ ആവാൻ പറ്റുന്ന, ഏൺ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ ജോബ് ഉണ്ട്. പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം, സർവീസ് ചെയ്യണം എന്ന് തോട്ട് ഉണ്ടെങ്കിൽ
ഈ ജോബ് ചൂസ് ചെയ്താൽ മതി, പ്രൊഫഷൻ ചൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. പിന്നെ ഒന്ന് സെറ്റിൽ ആവാൻ, ഇപ്പൊ ഞാൻ തന്നെ സെറ്റിൽ ആവാൻ എത്ര വർഷം എടുക്കുന്ന, UG നമുക്ക് 5.5 വർഷമുണ്ട്, അത് കഴിഞ്ഞിട്ട് 4 വർഷം നമുക്ക് PG വരുന്നുണ്ട്. പിന്നെ ഇപ്പം എന്റെ ഫാമിലി ഒക്കെ വെൽ സെറ്റിൽ ഫാമിലി ആണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ക്ലിനിക്കും ഹോസ്പിറ്റലൊക്കെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാഞ്ഞാണെങ്കിൽ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വർക്ക് ചെയ്യണം, പിന്നെ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കണം, പിന്നെ ബാക്കിയുള്ള കൺട്രീസിൽ പോവാണെങ്കിൽ അവിടുത്തെ എക്സാം ഒക്കെ എഴുതണം. അപ്പം ഒരു ഏൺ ചെയ്യണം, കുറെ പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരാളാണെങ്കിൽ ഈ ജോബ് ഒരിക്കലും ഒരു പ്രൊഫഷൻ ഒന്നും എടുക്കരുത്. കാരണം മനുഷ്യത്വല്ലാതായിപ്പോ സത്യമായിട്ട് നമ്മളൊരു പേഷ്യന്റിനെ കാണുമ്പോൾ ആ പേഷ്യന്റിന് നമ്മൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഏതെന്ന്, ഒരു ട്രീറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ശരിക്കും നമുക്ക് മനുഷ്യത്വല്ലാതാവാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യനെ മീൻസ് എനിക്കൊരു പേഷ്യന്റിനെ കാണുമ്പോൾ ആ ഭാഗത്ത് ആ പേഷ്യന്റ് ഞാനായിരുന്നെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു റിലേറ്റീവ് ആയിരുന്നെങ്കിലോ എന്നുള്ളൊരു തോട്ട് എനിക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സക്സീഡ് ചെയ്തെന്ന് എനിക്ക് പറയാനുള്ളത്. അതാണ് നമ്മൾ ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഉള്ളിൽ നമുക്ക് അവരോടൊരു സ്നേഹം ഉണ്ട് അല്ലെങ്കിൽ സിമ്പതി തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. നീറ്റിന്റെ ഫസ്റ്റ് പോയിന്റ് അതാട്ടോ, നിങ്ങൾ ഈ ഒരു പണിക്ക് നിന്നാ മതി, നിങ്ങൾക്ക് മൈൻഡില് ആ ഒരു മനുഷ്യത്വമുള്ള ടൈപ്പുള്ള അല്ലെങ്കിൽ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടൈപ്പുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറെ പണികളുണ്ട്, നമ്മൾ അതിലേക്ക് പോവും. ആൾക്കാർ ഈ ഡോക്ടർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപക്ഷെ എടുക്കുന്നത് ഈ കോഴ്സ് എടുക്കാൻ കാരണം റെസ്പെക്ട് ഒക്കെ കിട്ടുന്നുള്ളതുകൊണ്ടായിരിക്കും. ഡോക്ടറാന്ന് പറയുമ്പോൾ എന്റെ മോള് ഡോക്ടറാ, അങ്ങനത്തെ ഒരു പ്രൗഡ് അല്ലെങ്കിൽ റെസ്പെക്ട് കിട്ടുന്നുള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ഈ MBBSന് കയറുമ്പോൾ മനസ്സിലാവും അവിടെ നമ്മൾ കുറേ സഹിക്കണം, കുറേ പോസ്റ്റിങ്സ് ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റ്സ് ഉണ്ടാവും, പിന്നെ കുറെ പഠിക്കാനുണ്ട്, ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. ഫസ്റ്റിൽ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി 3 സബ്ജക്റ്റ് ഉള്ളത്. ഇതിൽ നമുക്ക് പേഷ്യന്റ് എക്സ്പോഷർ ഒന്നും വരുന്നില്ല, വെറും ടെക്സ്റ്റ് ബുക്ക് സബ്ജക്ട്സ് തന്നെയാണ്. ലാബ് ഉണ്ടാവും, പ്രാക്ടിക്കൽസ് ഒക്കെ ഉണ്ടാവും. സെക്കൻഡ് ഇയർ മുതലാണ് പോസ്റ്റിങ്ങിന് കയറാം. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വരാന്തയിലാണ് പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും കിടക്കുക, ബെഡ് ഇല്ലാഞ്ഞിട്ട്. നമ്മൾ എന്ന് പോസ്റ്റിങ്ങിന് കയറുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാ, ബെഡ് ഉണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതൽ പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പൊ എല്ലാ മെഡിസിൻ സർജറി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇങ്ങനെ ഉണ്ടാവുക, ബാക്കിയുള്ളതൊക്കെ അതിനനുസരിച്ചുള്ള പേഷ്യന്റ് ഇൻഫ്ലോ ഉണ്ടാവുള്ളൂ. പക്ഷെ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞാൽ കുറെ പനിയൊക്കെ വന്നാൽ പനീന്റെ സീസൺ ആയി കഴിഞ്ഞാൽ ഈവൻ IV ഇടാൻ വരെ പേഷ്യൻസ് വരാന്തയിലൊക്കെ എടുക്കുക. എന്ന് നമ്മൾ പോസ്റ്റിങ്ങിന് കയറുന്നു അന്ന് നമ്മൾ വിചാരിക്കും, ഇവരെ കാണുമ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ട് നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ളത്. അത്രയും തലേന്ന് വരെ ഒരു പക്ഷെ ഞാൻ ഇത്ര ആകിയിട്ടുണ്ടാവും, കുറെ പഠിക്കാണ്ടല്ലോ അങ്ങനെ നിന്ന്. പക്ഷെ ഇവരെ കാണുമ്പോൾ ആയിരിക്കും എത്ര ബ്ലെസ്ഡ്, എനിക്കൊരു അസുഖം വന്നിട്ട് എനിക്ക് വരാന്തേ വന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കും. ഇപ്പൊ ഇവരെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഇവർ ബെഡിന്റെ അടിയില കട്ടിലിന്റെ അടിയില കിടക്കുക. ഇപ്പം നമ്മുടെ IMCH ഒക്കെ പറഞ്ഞിട്ടുള്ളത് അവിടെയൊക്കെ എന്ന് വെച്ചാല് പേഷ്യന്റിന്റെ കൂടെ കിടക്കാൻ സ്ഥലമില്ലാണ്ട് കട്ടിലിന്റെ അടിയിൽ പായ വരച്ച് കിടക്കേണ്ട ഒരു അവസ്ഥ. ഇവർക്ക് ഒരു പക്ഷെ ഫിനാൻഷ്യലി ഇവർ ഓക്കെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇവർ മെഡിക്കൽ കോളേജിലോ ഗവൺമെന്റിലോ വരൂല, അത്ര കഷ്ടപ്പെടാൻ ഇവർ എന്തായാലും വരൂല. ഗവൺമെന്റ് ഇതൊക്കെ അടിപൊളിയാക്കാൻ നോക്കുന്നുണ്ട്, നല്ല വൃത്തിയിലൊക്കെ കൊണ്ടെടുക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള പോപ്പുലേഷൻ നമുക്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് കോഴിക്കോടാകുമ്പോൾ കേട്ടോ, പോപ്പുലേഷൻ ഭയങ്കര കൂടുതലായോണ്ടാണ്. അതുകൊണ്ടായിരിക്കും നമ്മളെക്കാളും താഴെയുള്ള ഒരാളെ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും അൽഹംദുലില്ലാഹ് ഞാൻ കുറച്ചും കൂടെ ബ്ലെസ്ഡ് ആണല്ലോ നമ്മൾ ആലോചിക്കുക. അതുവരെ നമുക്ക് ഫുൾ പ്രശ്നമായിരിക്കും, ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല, അങ്ങനത്തെ കുറേ നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഇതല്ലേ ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോഴേ നമുക്ക് ടെൻഷൻ ആവുക. പക്ഷെ അത് കഴിഞ്ഞ് ഇത് കാണുമ്പോൾ എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, രോഗങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു സംഭവം വരും. ഇപ്പൊ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഉണ്ട്, ഇനി ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും, ഈ ലുക്കീമിയ ഒക്കെ വന്നിട്ട് നമ്മുടെ മെഡിസിൻ വാർഡിൽ ലുക്കീമിയ വന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകുന്ന സമയത്ത് അവരിങ്ങനെ ഭയങ്കര മെലിഞ്ഞിട്ടൊക്കെ ഉണ്ടാവാം കാണുമ്പോൾ തന്നെ. അപ്പൊ ഇവരെ കൂടെയുള്ള പേരൻസ് ഒക്കെ ടെൻസ്ഡ് ആയിരിക്കും. അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു ഫീല് വരും. നമുക്ക് കുറേ പഠിക്കാണ്ട്, എനിക്ക് തോന്നുന്ന വേറൊരു കോഴ്സ് വെച്ച് നോക്കുന്ന ടൈമിൽ ലൈഫിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നൊരു എക്സ്പോഷർ ഇന്ന് കിട്ടുന്നുണ്ട്. ഓരോ പോസ്റ്റിങ്ങിന് പോകുമ്പോഴും ഓരോ ഡിഫറെന്റ് എക്സ്പീരിയൻസുകളാണ്. എത്ര കാലം ഒരു പോസ്റ്റിംഗ്? ഒരു 1 വീക്ക് ഉള്ള പോസ്റ്റിങ്സും ഉണ്ട്, അല്ലെങ്കിൽ 7 വീക്സിലുള്ള പോസ്റ്റിംഗും ഉണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ മെഡിസിൻ സർജറി ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ലോങ് പോസ്റ്റിംഗ് ആയിരിക്കും, 7 ആഴ്ചയൊക്കെ ഉണ്ടാവും. പക്ഷെ ചെറിയ പോസ്റ്റിംഗ് ആണ് കാഷ്വാലിറ്റി പോസ്റ്റിംഗ്, ENT ഓഫ് തലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 1 വീക്ക് 2 വീക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓരോരുത്തർ ഡിഫറെന്റ് ആയിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊരു മെയിൻ പ്രശ്നമാണ് പ്രിസ്ക്രിപ്ഷൻ, റിട്ടേൺ പ്രിസ്ക്രിപ്ഷൻ ആകുമ്പോൾ ചിലരുടെ എഴുത്ത് മനസ്സിലാവും. അതെന്താണ് ഇപ്പൊ ചിലവർക്ക് മനസ്സിലാവും, ഇപ്പൊക്കെ ഒരു പ്രിന്റഡ് വരുന്നുണ്ട്. പക്ഷെ മുമ്പുള്ളൊക്കെ പറഞ്ഞാല് എന്തോന്ന് എഴുതി വെച്ച് പോവുക. ചില ഫാർമസിയിൽ പോയാൽ മനസ്സിലാവില്ല. അതിനെ കുറിച്ച് എന്താ? വൈകിട്ട് അതായത് നമുക്ക് ഫാർമസി ഉണ്ട്, ഷോപ്പുകളുണ്ട്. അപ്പം അവിടെ എന്താ പറയാ സ്ഥിരമായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ എന്നിട്ട് വിളിക്കുക ചെയ്യുക. ആദ്യം നമ്മുടെ ഫാർമസി മറ്റുള്ള സ്ഥലം അയച്ചു കൊടുക്കും, ഒന്നുകൂടി സീനിയർ ഫാർമസിസ്റ്റുകൾക്ക് അത് വായിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പിന്നെ ഡോക്ടറെ വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും. അത് എനിക്കൊന്ന് ഇതും ഈ മോളിക്കുലർ എഴുതുന്ന പോലെ തന്നെ വേറൊരു വലിയൊരു ഇഷ്യൂ ആണ് ഇത് ശരിക്കും, അല്ലേ? എനിക്കിപ്പോ ഉള്ള സെക്കൻഡ് ഇയർ സബ്ജക്ട് ആണ് ഫാർമക്കോളജി, മൈക്രോബയോളജി, പാത്തോളജിയാ. ഫാർമക്കോളജിയിൽ ഞങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ തന്നെ ഉണ്ട്. അതിലിങ്ങനെ പെട്ടിയൊക്കെ വരച്ച്
ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് ഞങ്ങൾ മരുന്നിന്റെ പേര് എഴുതി പഠിക്കുന്നത്. പിന്നെ ഡോസേജും റൂട്ടും അതൊക്കെ നമ്മൾ എഴുതി പഠിക്കുക, എത്ര ദിവസം കൊടുക്കണം എന്നുള്ളതൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലാത്ത ഞങ്ങൾ അത്ര ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ട് എക്സാമിന് ഇവൻ ഞങ്ങളൊരു ലെറ്റർ തെറ്റ് അല്ലെങ്കിൽ സിഗ്നേച്ചർ വരെ മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റോങ് ഇടും. ഇതൊക്കെ പഠിച്ചിട്ടാണ് ഡോക്ടേഴ്സ് ആവുന്ന ആൾക്കാർ. പക്ഷെ ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ എത്തുമ്പോൾ മരുന്നെഴുതി ചിലപ്പോൾ ഇത് ആക്ച്വലി ഇതിന്റെ ഒരു സയന്റിഫിക് റീസൺ പണ്ട് പറയാറെന്ന് വെച്ചാല് ഇവര് നമ്മൾ അത് പേഷ്യന്റിന് മനസ്സിലാവരുത്, പേഷ്യന്റിന് മനസ്സിലാവരുത് എന്നാൽ ഫാർമസിന് മനസ്സിലാവണം. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു 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 ഭാഷയാണെന്നാണ് പറയാറ്. ഇപ്പൊ അതൊക്കെ മാറി, കാലം മാറി. ഇപ്പൊ ഫുൾ പ്രിന്റഡ് ആയിട്ടാണ് മെയിൻ ആയിട്ട് വരല്. പിന്നെ കൊടുക്കുന്നതും ചില ഡോക്ടേഴ്സ് ഇപ്പോഴും അതേ തന്നെ. അല്ല, ഇതിൽ കണ്ടു നിൽക്കുന്ന ഡോക്ടേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആസ് എ ഫാർമസിസ്റ്റ് ഞങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പല ഷോപ്പുകൾ ഇടക്ക് നിന്നിരുന്നു. ആ ടൈമില് ഡ്രഗ് മനസ്സിലാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ വെക്കും, പാരസെറ്റമോൾ ആണെങ്കിൽ ഡോസ് വെക്കും, ഡോസ് നോക്കിയിട്ട് പിന്നെ പേഷ്യന്റ് അസുഖം എന്താ നോക്കും, എന്നിട്ട് കണ്ടെത്തലാണ്. കിട്ടില്ലെങ്കിൽ റിസ്ക് ഉള്ള ഇതാണ്. ഒരിക്കലും നമുക്ക് അറിയില്ല എന്നാണ്, ഇവർക്കറിയാലോ ഇത് വായിക്കാതില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ പണ്ട് ഞാൻ അലക്കലുണ്ട് കേട്ടോ, ഇങ്ങനെ വെറും പി ഇട്ടിട്ട് വരെ മാത്രം ഇടല്. പക്ഷെ ഇപ്പം കുറച്ചും കൂടെ ആൾക്കാർ ഹാൻഡ് റൈറ്റിംഗ് റെഡി. പിന്നെ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും എക്സാം ഒക്കെ എഴുതി മടുത്ത ഡോക്ടേഴ്സ് ആയിരിക്കും പ്രിസ്ക്രിപ്ഷൻ. ഇപ്പൊ എന്റെ ഹാൻഡ് റൈറ്റിംഗ് +2 വരെ ഉള്ള പോലല്ല ഞാൻ MBBS കയറിയപ്പോൾ റെക്കോർഡൊക്കെ എഴുതി മടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഒരുപക്ഷെ അതായിരിക്കാം. പിന്നെ ചിലപ്പോൾ അവരെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം, അവർക്ക് അറിയാം മരുന്ന് ഏതാന്നുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള രീതിയിലായിരിക്കും അവർ എഴുതുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ശരിക്കും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം, അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. ഇനിയുള്ള കാലത്ത് എന്തായാലും പ്രിന്റഡ് ആയതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ.